നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എന്തായിരിക്കും ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം? നിങ്ങളുടെ വ്യക്തി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നില്ല. നിങ്ങളുടെ അടുത്ത് എന്തൊക്കെയോ കാര്യങ്ങൾ മറച്ചു വെക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. ഒരു വ്യക്തമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ല, ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ കോൾസ്, മെസ്സേജസ് ഇതെല്ലാം ബ്ലോക്ക് ചെയ്തിട്ട് പോകുന്നു. നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയുന്നില്ല. നിങ്ങളുടെ വ്യക്തിയുടെ ഫോൺ കോൾസും മെസ്സേജസും എല്ലാം നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നു, പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നു, പക്ഷെ നിങ്ങൾക്ക് ഇതിനൊന്നും റിസൾട്ട് കിട്ടുന്നില്ല. അതുകൊണ്ടായിരിക്കുമല്ലോ നിങ്ങൾ ഈ ഒരു വീഡിയോ എടുത്തത്. എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. നിങ്ങളുടെ വ്യക്തി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളോട് സംസാരിക്കാനും, നിങ്ങൾക്ക് മെസ്സേജ് അയക്കാനും, നിങ്ങളുടെ അടുത്ത് കോൾ ചെയ്യാനും, ബ്ലോക്കൊക്കെ മാറ്റാനും വേണ്ടിയിട്ടുള്ളൊരു റിച്വലാണ്, പവർഫുൾ റിച്വലാണ് കാണിക്കാൻ പോകുന്നത്. അതിനു മുന്നേ ഒരു കാര്യം പറയട്ടെ. നമുക്ക് ഒരു ചെറിയൊരു സിറ്റുവേഷൻ നോക്കാം. ഇപ്പം എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന്. ഇവിടെ ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻറ്റ് കാണുന്നുണ്ട്. നിങ്ങളറിയാതെ എന്തോ ഒരു കാര്യം നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ നടക്കുന്നുണ്ട്. ആ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു സിറ്റുവേഷനെ ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് മറച്ചു വെച്ചിരിക്കുന്ന എന്തെങ്കിലും കാര്യമാകാം. നമുക്ക് അതെന്താണെന്ന് കണ്ടുപിടിക്കണ്ടേ? ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നോക്കുവാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് അതൊരിക്കലും പറയത്തില്ല എന്നുള്ള ഓരോ ഉറച്ച തീരുമാനം എടുത്തിരിക്കുകയാണ്. ഭയങ്കര വാശി പിടിച്ച് ദേഷ്യത്തിൽ ഒക്കെ ഇരിക്കുകയാണ്. നിങ്ങളത് എത്ര തവണ ചോദിക്കുന്നോ അത്രത്തോളം നിങ്ങളുടെ അടുത്ത് ദേഷ്യപ്പെടുക, ഷൗട്ട് ചെയ്യുക, നിങ്ങളുടെ അടുത്തൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ വെക്കുക. പല കാര്യത്തിൽ നിന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ ഒരു കാര്യം, അതായത് ഈ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് മറച്ചു വെക്കുന്നത്, നിങ്ങളുടെ അടുത്ത് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത് ഈ ഒരു കാര്യം ഉണ്ടല്ലോ, അത് നിങ്ങളെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്ന കാര്യമായിട്ടും കാണുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് വിഷമം ഉണ്ടാവുന്ന കാര്യം. പക്ഷേ ആ ഒരു നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നിങ്ങളാണെങ്കിൽ ശരിക്കും സ്നേഹിച്ചു. ഇവിടെ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലവേഴ്സ് കാർഡാണ്. കുറേ പേരുടെ എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഹാപ്പി ആയിട്ട് ഉള്ളൊരു ഫാമിലി ലൈഫ് ആയിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്നത്. നിങ്ങൾക്ക് ആ സത്യം അറിയണം. നിങ്ങളിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവരുടെ വായിൽ നിന്ന് തന്നെ ആ ഒരു സത്യം കേൾക്കാൻ വേണ്ടിയിട്ടുള്ളൊരു റിച്വൽ നോക്കിയാലോ? അതിന് മുന്നേ വേറൊരു കാര്യം കൂടെ പറയട്ടെ. നിങ്ങളുടെ കാര്യത്തിൽ, അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ പ്രശ്നം അനുഭവിക്കുന്നവരാണ്. നിങ്ങൾക്ക് ആക്ച്വലി എന്താണ് റീസൺ എന്നൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ അത് പേഴ്സണൽ റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ വ്യക്തത ലഭിക്കത്തുള്ളൂ. പേഴ്സണൽ റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ ഏത് തരം റിച്വൽസാണ്, ഏത് തരം ബ്രേസ്ലെറ്റാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് എന്നും കൂടെ എനിക്ക് സജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇൻ കേസ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നം നല്ല രീതിയിൽ അറിയാം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു പ്രശ്നം സോൾവ് ആകാൻ വേണ്ടിയിട്ടുള്ള ബ്രേസ്ലെറ്റ് മാത്രം യൂസ് ചെയ്താൽ മതി. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നില്ല, ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ, ബ്രേക്കപ്പ് സിറ്റുവേഷൻ, പഴയതുപോലെ സ്നേഹമില്ല എന്നൊക്കെ ആണെങ്കിൽ ലവ് അട്രാക്ഷൻ ബ്രേസ്ലെറ്റാണ് അതിന് യൂസ് ചെയ്യേണ്ടത്. ഈ ബ്രേസ്ലെറ്റ് യൂസ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ റിച്വൽസും കൂടെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ വളരെ ഫാസ്റ്റായിട്ടായിരിക്കും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ കാണിക്കുന്നതൊക്കെ ജനറൽ റിച്വലാണ്. ബ്രേസ്ലെറ്റ് വാങ്ങിക്കുന്നവർക്ക് അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടുള്ള റിച്വൽസും ഒക്കെയാണ് കൊടുക്കുന്നത്. പ്രത്യേക തരം കുറച്ച് കാര്യങ്ങളാണ് കൊടുക്കുന്നത്. അതും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ടാണ് റിസൾട്ട് കിട്ടുന്നത്. നിങ്ങളുടെ പേരും ഇതിന് ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ പേരും ഡേറ്റ് ഓഫ് ബർത്തും, നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ. പിന്നെ തേർഡ് പാർട്ടി, റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ നടുക്ക് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത് ആരാണോ അവരാണ് തേർഡ് പാർട്ടി. ഇവരുടെ ശല്യം പൂർണ്ണമായിട്ടും മാറാൻ വേണ്ടിയിട്ട് തേർഡ് പാർട്ടി റിമൂവ് ആവാൻ വേണ്ടിയിട്ടുള്ള ബ്രേസ്ലെറ്റാണ് കൊടുക്കുന്നത്. പിന്നെ ബ്ലാക്ക് എനർജി, നിങ്ങൾക്ക് കണ്ണുദോഷമുണ്ട്, നെഗറ്റീവ് എനർജി ബാധിച്ചിട്ടുണ്ട്, ആഭിചാരം, കൂടോത്രം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് എനർജി റിമൂവർ ബ്രേസ്ലെറ്റാണ് തരുന്നത്. കരിയറിൽ പ്രോബ്ലം, സാമ്പത്തിക ബുദ്ധിമുട്ട്, അതിനൊക്കെ കരിയർ ബ്രേസ്ലെറ്റും മണി അട്രാക്ഷൻ ബ്രേസ്ലെറ്റും ഒക്കെ ഉണ്ട്. നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്ത് ഉപയോഗിച്ച് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ബ്രേസ്ലെറ്റാണ് തരുന്നത്. ബ്രേസ്ലെറ്റ് യൂസ് ചെയ്ത എല്ലാവർക്കും റിസൾട്ട് ഉണ്ട് എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. നിങ്ങളുടെ ഫീഡ്ബാക്ക് ഇനിയും അറിയിക്കുക. നമുക്കിനി റിച്വൽസ് എന്താണെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ എടുക്കേണ്ടത് വെള്ള കളറിലെ ഒരു പേപ്പറാണ്. പിന്നെ ബ്ലൂ കളറിലെ പെൻ എടുക്കണം. സ്കെച്ച് പെൻ ആണെങ്കിലും മതി കേട്ടോ. ബ്ലൂ കളർ തന്നെ വേണം, ബ്ലാക്ക് ഒന്നും എടുത്ത് ചെയ്തേക്കരുത്.
ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ നിങ്ങളുടെ പേപ്പർ എടുക്കുക. ലെഫ്റ്റ് സൈഡിൽ നിങ്ങളുടെ പേഴ്സൻ്റെ പേരെഴുതുക. റൈറ്റ് സൈഡിൽ നിങ്ങളുടെ പേരും എഴുതുക. അതിനുശേഷം ഒരു ഇൻഫിനിറ്റ് സിമ്പൽ വരയ്ക്കുക. അതിൻ്റെ 2 ഭാഗത്തായിട്ട് 77 എന്ന് എഴുതുക. തൊട്ട് താഴെ കോൾ മീ എവരിഡേ, കോൾ എവരിഡേ എന്ന് എഴുതിയാലും മതി. അതിന് ശേഷം എന്ന് പറഞ്ഞാൽ 3 തവണ അണ്ടർലൈൻ ചെയ്യുക. തൊട്ട് താഴെ ടെക്സ്റ്റ് എവരിഡേ, ലവ് എവരിഡേ 3 തവണ അണ്ടർലൈൻ ചെയ്യുക. പിന്നെ നിങ്ങളൊക്കെ എന്തൊക്കെയാണോ നിങ്ങളുടെ പേഴ്സണിൽ നിന്നും വേണ്ടുന്നത് അതെല്ലാം എഴുതിയിട്ട് 3 തവണ അണ്ടർലൈൻ ചെയ്യുക. നിങ്ങളുടെ പേരും നിങ്ങളുടെ പേഴ്സണിൻ്റെ പേരും മേളിൽ എഴുതിയല്ലോ, അത് 3 തവണ അണ്ടർലൈൻ ചെയ്യുക. ഈ 77 എന്ന് എഴുതുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ കോൾസും മെസ്സേജസും അവരുടെ സ്നേഹവും നിങ്ങൾ എന്തൊക്കെയാണോ അവരിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അതെല്ലാം നിങ്ങൾക്ക് ആഴ്ചയിൽ 7 ദിവസവും വേണം. മനസ്സിലായോ? അതുകൊണ്ടാണ് അത് എഴുതുന്നത്. ഇത് വളരെ പവർഫുൾ റിച്വലാണ്. അതിനുശേഷം ഈ ഒരു പേപ്പർ ഉണ്ടല്ലോ നിങ്ങളുടെ അടുത്തോട്ട് 7 തവണ ഫോൾഡ് ചെയ്യുക. ബാക്കിലോട്ട് ഫോൾഡ് ചെയ്യരുത്, ഫ്രണ്ടിലോട്ട് വേണം ഫോൾഡ് ചെയ്യാൻ. അതിനുശേഷം ആ ഒരു പേപ്പർ ഉണ്ടല്ലോ നിങ്ങളുടെ പില്ലോയുടെ അടിയിൽ വെക്കാം, നിങ്ങളുടെ ഫോണിൻ്റെ പൗച്ചിൻ്റെ അടിയിൽ വെക്കാം, അലമാരിയിലുള്ളിൽ വെക്കാം, നിങ്ങൾ ക്യാരി ചെയ്യുന്ന പേഴ്സിനകത്ത് വയ്ക്കാം. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കതിന് റിസൾട്ട് ഒരു പോസിറ്റീവ് എനർജി വന്നു തുടങ്ങും. എന്തൊക്കെയോ ഒരു പോസിറ്റീവ് സൈൻസ് കണ്ടു തുടങ്ങും. ലൈക്ക് കോൾസ് അല്ലെങ്കിൽ മെസ്സേജ് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വന്നു തുടങ്ങുമ്പോഴത്തേക്ക് നിങ്ങൾ ഇതെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പേപ്പർ കീറുക, ടയർ ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇത് നല്ല എവിടെയെങ്കിലും സ്ഥലത്ത് കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യുക. എന്നിട്ട് യൂണിവേഴ്സിന് താങ്ക് യു യൂണിവേഴ്സ് എന്നും കൂടെ പറയുക. ഇത് വളരെ പോസിറ്റീവായിട്ട് ചെയ്യുക, ക്ഷമയോടുകൂടി വേണം ചെയ്യാൻ കേട്ടോ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഡെസ്പറേറ്റ് ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇതൊന്നും ചെയ്യാണ്ടിരിക്കുക. ഇത് റിസൾട്ട് അങ്ങനത്തെ ടൈമിൽ റിസൾട്ട് കിട്ടില്ല. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിച്വൽസൊക്കെ വളരെ പവർഫുൾ ആവുന്നത് ഈ ബ്രേസ്ലെറ്റ് യൂസ് ചെയ്യുന്നവർ ഇത് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്നായിരിക്കും, വളരെ ഫാസ്റ്റായിട്ടായിരിക്കും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നത്. നിങ്ങൾ തന്നെ ചിലപ്പോൾ ഞെട്ടിപ്പോവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5-6 മാസം അല്ലെങ്കിൽ ഒരു 1 year ആയിട്ട് പോലും കോണ്ടാക്റ്റ് ഇല്ലാണ്ടിരിക്കുന്നവർ ഈ ബ്രേസ്ലെറ്റ് യൂസ് ചെയ്തിട്ട് പറഞ്ഞ് കൊടുക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുമ്പോൾ ഒരു 2 to 3 daysനുള്ളിൽ അവർക്ക് റിസൾട്ട് കിട്ടുക. ഒരു 3 months ഒക്കെ ആയിട്ട് കോണ്ടാക്റ്റ് ഇല്ലാണ്ടിരിക്കുന്നവർ ഇത് യൂസാക്കി 1 ദിവസത്തിനുള്ളിലൊക്കെയാണ് അവർക്ക് ചിലവർക്ക് റിസൾട്ട് കിട്ടുന്നത്. അത് നിങ്ങളുടെ മൈൻഡ് സെറ്റ് പോലെ ഇരിക്കും. നിങ്ങൾ എത്രത്തോളം ആത്മാർത്ഥതയോടുകൂടി പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നു അത്രത്തോളം ഫാസ്റ്റ് റിസൾട്ടായിരിക്കും. ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. പേഴ്സണൽ റീഡിംഗ് എടുക്കാനും ബ്രേസ്ലെറ്റ് വാങ്ങിക്കാനും സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സുരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമൻസ് ആയി രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.